ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കോഴിക്കോടേക്ക് ഒരു യാത്ര പോയാലോ? രാത്രി 10:45 കരുനാഗപ്പള്ളിയിലെത്തുന്ന മാംഗ്ലൂരു എക്സ്പ്രസ്സിൽ കോഴിക്കോടേക്കൊരു യാത്ര. പുലർച്ചെ 6 മണിയോടുകൂടി കോഴിക്കോടെത്തി അവിടെ തന്നെ ഫ്രഷ്നപ്പായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോയിൽ കയറി നേരെ ഇടയിലെ ഹോട്ടലിലേക്ക്. അത്യാവശ്യം നല്ല തിരക്കായതിനാൽ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഉപ്പുമാവും മസാല ബോണ്ടയും ഏത്തയ്ക്കാപ്പവും നമ്മുടെ സ്പെഷ്യൽ ബീഫും എത്തി. ഭാസ്കരേട്ടൻ്റെ കടയിലേക്ക് പോകാനായി ഇറങ്ങിയതാണ്. പുളിയുടെ കട അടച്ചിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് അടുത്ത കടയിൽ നിന്ന് തന്നെ പാൽസർബത്ത് കുടിച്ചു. ബൈക്ക് റെൻറ്റിനെടുക്കാനായി പോയി. 500 രൂപയാണ് ചാർജായത്. അവിടുന്ന് നേരെ ഹോട്ടലിലേക്ക്. 2500 രൂപ ചാർജായ ഈ ഹോട്ടൽ എന്തുകൊണ്ടും ബെറ്ററാണ്. വളരെ ക്ലീൻ റൂമായിരുന്നു. നല്ല ബെറ്റർ ആംബിയൻസ് ഉള്ള ഒരു റൂമായിരുന്നു. ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. കുറ്റിച്ചിറ ബിരിയാണിയായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉപ്പിച്ചിരി മുന്നിട്ട് നിൽക്കുവാണെന്ന് തോന്നി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മൾ പാൽസർബത്ത് കടയിലെത്തി. ഭാസ്കരേട്ടൻ്റെ പാൽസർബത്ത് കട. ഒരുപാട് നാളായി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ട്രൈ ചെയ്തു. വളരെ ടേസ്റ്റി ആയിരുന്നു. അടുത്തതായി പോയത് കല്ലുമ്മക്കായ തിരക്കിയാണ് സെയിൻ ഹോട്ടലിലേക്ക്. അവിടെ കല്ലുമ്മക്കായ തീർന്നു പോയിരുന്നു. പിന്നെ അവിടുന്ന് 1-2 കടികൾ കഴിച്ച് ഇറങ്ങി. പിന്നെ നേരെ ബോംബെ ഹോട്ടലിലേക്ക്. അവിടെ ചെന്ന് 1-2 കടികൾ പാഴ്സൽ വാങ്ങി അവിടുന്നും നമ്മൾ ഇറങ്ങി. അവിടുന്ന് നേരെ പോയത് ആദമിൻ്റെ കടയിലേക്കാണ്. ആദമിൻ്റെ കടയിൽ നിന്നും നമ്മൾ ഇറച്ചിപ്പത്തിരി വാങ്ങിച്ചു. ഇറച്ചിപ്പത്തിരി എന്തോ എനിക്കത്ര ഇഷ്ടമായില്ല. ഞാൻ വളരെ കുറച്ചേ കഴിച്ചോളൂ. അങ്ങനെ രാത്രി നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. അവിടുന്ന് ഒരു കല്ലുമ്മക്കായും അവക്കാഡോ ഷേക്കും കുടിച്ചു. ഐസുലത്തിയും അങ്ങനെ ഒരു മട്ടൻ ബിരിയാണിയും കഴിച്ചു. അന്നത്തെ ദിവസം കംപ്ലീറ്റ്.